എന്ത് പറഞ്ഞാലും മോഹൻലാൽ ലെഫ്റ്റനന്റ് കളർഷിപ്പ് എടുത്തുകൂടാ. കേട്ട് മടുത്തിരിക്കുന്നു. എമ്പുരാൻ കൊണ്ടുപോയിട്ട് നമ്മൾ ഇങ്ങനെ സംഭവമുണ്ട്, അതുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻട്രൊഡക്ഷൻ, ഹെലികോപ്റ്റർ വരുന്നു. ടോട്ടലി പടം കാണുമ്പോഴാണ് ഇതിൻ്റെ ഇവിടെ ഈ സെൻസിറ്റീവ് ഇഷ്യൂ കൊണ്ടുവന്നിട്ട് അവിടെയും ഇവിടെയും തൊടാതെ ഇട്ടിട്ട് ഒരു സൈഡ് മാത്രം പറഞ്ഞതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. ജനങ്ങൾ മറന്നു പോയിട്ടുള്ളൊരു കാര്യം, ഓർക്കാൻ ആഗ്രഹിക്കാത്തത്, ഇതിനകത്ത് എന്തിനാണ് ഈ ഗോത്ര കേസ് കാണിക്കുന്ന സമയത്ത് അതിന് തുടക്കം മുതൽ കാണിക്കാതെ എന്തിനാണ് നടുക്കുന്നിങ്ങ് തുടങ്ങിയത്? എന്തുകൊണ്ടാണ് ട്രെയിൻ കറക്റ്റാണ്, എന്തുകൊണ്ടാണ് ട്രെയിൻ കത്തുന്ന് കാണിച്ചില്ല? അത് കത്തുന്ന് കാണിക്കാതെ തന്നെ ഇപ്പുറത്ത് സ്ട്രേറ്റ് അവേ മുസ്ലിങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന കാണിക്കുന്നു. അപ്പം അതെന്താണ്? ഇവിടെ ഹിന്ദുവിൻ്റെയും മുസ്ലിൻ്റെയും വികാരത്തിനെ ഇളക്കുകയാണ്. ഗോത്ര സ്റ്റേഷനിൽ വണ്ടി നിന്ന സമയത്ത് ഇതിനകത്ത് മുഴുവൻ പണ്ഡിറ്റുകൾ, കാവിയും മറ്റതൊക്കെ ആയിട്ട് അവിടെയാണ് ഇവന്മാരെല്ലാവരും കൂടെ ആക്രമിച്ച സമയത്ത് എന്താണ് ഈ 53 പേരെ എങ്ങനെയാണ് ഈ ഒരു ചെറിയൊരു തീയിൽ നിന്ന് ഒരുമിച്ച് കത്തിപ്പോകാനുള്ള സിറ്റുവേഷൻ കുറച്ച് ചോറുണ്ണുന്ന ആൾക്കാരാണെങ്കിൽ മനസ്സിലാക്കാം. ഇവരാരും പുറത്തു പോകാൻ പറ്റാതിരുന്നു? ഈ ഡോറുകൾ 4 സൈഡിൽ നിന്നും അടച്ച് ലോക്ക് ചെയ്തിട്ടാണ് പുറത്ത് നിന്ന് ചെയിനിട്ട് ലോക്ക് ചെയ്ത്. അപ്പോൾ ഇതെല്ലാം പ്രിപ്പയർഡ് അല്ലേ? ഈ സെൻസർ ചെയ്ത് കുറച്ച് സീൻസ് ഒക്കെ ഒഴിവാക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സെൻസർ ചെയ്യുന്നൊന്നുമില്ല, അത് ഇവർ തീരുമാനിച്ചിട്ട്. ഇറ്റ് ഈസ് പ്രൊറഗേറ്റീവ് ഓഫ് ദ പ്രൊഡ്യൂസർ, ഡയറക്ടർ ആൻഡ് എവരിബഡി. ലാലേട്ടൻ ഭയങ്കര വിഷമമായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് തന്നെ ലാലേട്ടൻ അത് മാപ്പ് ചോദിച്ചിട്ടൊരു മാപ്പല്ല ഞാൻ കണ്ടത്. കാരണം എനിക്കറിയാമായിരുന്നു, കാരണം അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങളെ ഞാൻ ഹെർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളാൽ ആയിട്ടുള്ളതാണ് ഈ ലാലേട്ടൻ എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് അത് വേദനിക്കുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഇടയ്ക്ക് പൃഥ്വിരാജേട്ടൻ പറഞ്ഞിട്ടുമുണ്ട്, ഞാൻ എല്ലാ ആൾക്കാരെയും ഒരുപോലെ റെസ്പെക്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒത്തിരി ആൾക്കാർ അതിൻ്റെ ഒരു എഫേർട്ട് അതിലുണ്ടായിരുന്നു. അങ്ങനെ മൂവിയായിട്ട് കാണേണ്ടതാണ് എങ്കിൽ ഈ മൂവിക്ക് മാത്രം നിങ്ങൾ എന്തിനാണ് മൂവിയായിട്ട് കാണുന്നത് എന്ന് ചോദിക്കുന്നത്. ഇതുപോലെ പല സബ്ജക്റ്റുകളും ഇവിടെ വന്നിട്ടുണ്ട്. ഐ എം നോട്ട് ടേക്കിംഗ് ഔട്ട് ദ നെയിംസ്. അങ്ങനെയാണെങ്കിൽ ഒരു പേര് പറയുന്നത് കേരള സ്റ്റോറി. കേരള സ്റ്റോറി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ട്രൂ ആയിട്ട് തന്നെയാണ് അവർ കാണിച്ചിരിക്കുന്നത്. അതിനെവിടെയും കട്ട് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അതിനെ നിങ്ങൾക്ക് എതിർക്കാം. എന്തുകൊണ്ട് അതിനെ സിനിമയായിട്ട് കാണാൻ? സോ ഇത് പൊളിറ്റിക്കൽ അജണ്ടകൾ. എന്നാൽ എന്തേ കേരള സ്റ്റോറി പോയിട്ട് മുഖ്യമന്ത്രി കാണാതിരുന്നു? അത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. ഇപ്പം ഇത് കാണാൻ വേണ്ടി മുഖ്യമന്ത്രി പോയില്ലേ? എന്തിന്? പിന്നെ നിങ്ങൾ ഈ പാർട്ടിക്കാരെയും അല്ലെങ്കിൽ RSSകാരെ തെറി വിളിച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം അതിനകത്ത് നമ്മുടെ പിണറായി സഖാവിനെ അടക്കം അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സുപ്രജേശി ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പോസ്റ്റ്, ആളറിഞ്ഞ് കളിക്കടാ എന്ന് പറഞ്ഞിട്ട്. എങ്ങനെ വേണമെങ്കിലും കാണാം. ഇത് ചില സമയത്ത് അതിനെ എങ്ങനെ ആൾക്കാർ എടുക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ആ ഡയലോഗും അതിൻ്റെ ഇപ്പോൾ ആഫ്റ്റർമാത്തും കാണുന്നത്. അപ്പോൾ അത് ചില സ്ഥലങ്ങളിൽ ചില വാക്കുകൾ അസ്ഥാനത്തായി പോകും. അത് അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നതാണ്. പക്ഷേ ചിലപ്പോൾ അത് പാളിപ്പോകുന്നതാണ്. ഇപ്പം ഗാസ എന്ന് പറയുന്ന ഇഷ്യൂ നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാം സേവ് ഗാസ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടതല്ലേ? അവന്മാർ പാലസ്തീനിൽ ഇവിടെ വന്നിട്ട് ആ ടൗണിൽ വെച്ചിട്ടൊരു നിരപരാധിയായിട്ടുള്ളൊരു കുട്ടീനെ വലിച്ചുകൊണ്ട് പോയിട്ട് റോട്ടിട്ട് റേപ്പ് ചെയ്ത് വെടിവെച്ച് കൊന്നു. ഇതിൽ നിന്ന് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇവിടെ അവന്മാർ വന്ന് കുറേ വെടിവെച്ചിട്ടങ്ങ് പോയി. ഇത് കഴിഞ്ഞ് ആ രാജ്യം തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പം നിലയും കൂട്ടി സേവ് ഗാസ. നിങ്ങളെന്തിനാ വെറുതെ ഇരിക്കുന്ന ആൾക്കാരെ ചൊറിയാൻ പോകുന്നു? സംഘി എന്നൊക്കെ പറയുന്നത് ഞാനൊരു സംഘിയാണ്. ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. ഞാൻ കുട്ടിക്കാലത്ത് ശാഖയിലൊക്കെ പോയിട്ടുള്ള ആളാണ്. പക്ഷെ ഞാൻ പഠിച്ച ശാഖയിൽ എന്നെ ഒരാളെ കൊല്ലാനോ വർഗീയതയൊന്നും പഠിപ്പിച്ചിട്ടില്ല. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. മഴവിൽ കേരളത്തിലെ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ മേജർ രവി സാറാണ്. നമുക്കറിയാം എമ്പുരാൻ ഒത്തിരി വിവാദമായിട്ട് നിൽക്കുന്ന ഈ ഒരു സമയത്ത് അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് നമ്മളെ മേജർ രവി സാർ എൻ്റെ കൂടെ ഉണ്ട്. സാർ നമസ്കാരം. സാർ പാൻ ഇന്ത്യൻ മൂവിയായ നമ്മുടെ എമ്പുരാൻ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി വിവാദങ്ങൾ ഇപ്പോൾ നടക്കുകയാണ് ആ ഒരു മൂവിയെ കുറിച്ചിട്ട്. അപ്പോൾ മേജർ രവി എന്ന വ്യക്തിയെ സംബന്ധിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ഇത് ഒരു വിവാദം ആയിട്ടെന്ന് പറയുന്നത്, ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇപ്പം ഫസ്റ്റ് ഷോ, ഞാൻ ഈ ഫസ്റ്റ് ഷോ കണ്ടിട്ടുള്ളതാണ്. ഇപ്പം നിങ്ങൾ TV യിൽ കാണാം. ഞാൻ ആ ഫസ്റ്റ് ഷോയ്ക്ക് നമ്മളെന്താണ് ഒരാൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൗസ് ഓഫ് ഫിലിം, വെരി ഗുഡ്. അതാണ് ഒരു പോസിറ്റീവ് ആൻഡ് ജെൻറ്റിൽമാൻ റിവ്യൂ. അല്ലാതെ കൊള്ളൂല എന്നുള്ളത് പരസ്യമായിട്ട് നമ്മളെപ്പോലുള്ള ഒരാൾ
പറയാൻ പാടില്ല. അത് കൊള്ളില്ലെങ്കിലും ശരി, കൊള്ളില്ല എന്നുള്ളത്. ഇതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ കൊള്ളില്ല എന്നല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇറ്റ്സ് എ ഗുഡ്, വെരി വെൽ മെയ്ഡ് ഫിലിം. ന്യൂട്രലി വെൻ യു വാച്ച് ഇറ്റ്, ദാറ്റ്സ് എ ഫിലിം. ബട്ട് ദെൻ ഞാൻ അങ്ങനെയാണ് ആ പടം കണ്ടതും. അത് കഴിഞ്ഞിട്ട് എവിടേക്കോ എനിക്ക് മെസ്സേജുകൾ വരാൻ തുടങ്ങി. ഡിഡ് യു സീ ദ ഫിലിം, അത് ഇതെന്നെല്ലാം നോക്കി. ദെൻ വെൻ യു സീ ദാറ്റ് യെസ്, why this വെൻ നമ്മൾ അമേരിക്കയിൽ ഷൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റൊരു അതെല്ലാം കറക്റ്റ്, എല്ലാം പോകുന്നുണ്ട്. ബട്ട് വൈ ദിസ്, ഈ ഒരു കമ്മ്യൂണൽ റൈറ്റ്സ് വിച്ച് ജനറലി ജനങ്ങൾ മറന്നു പോയിട്ടുള്ളൊരു കാര്യം, ഓർക്കാൻ ആഗ്രഹിക്കാത്തത്. ഒപ്പോസിഷൻ പാർട്ടികൾ ഇന്നും BJPനെ കുറ്റം പറയുന്നത് നരഹത്യ എന്നൊക്കെ പറയും. പക്ഷെ അതിൻ്റെ കാരണം എന്താണെന്നുള്ളതും അത് കാരണക്കാർ ആരാണെന്നുള്ളതും അവരെ പനിഷടക്കം സുപ്രീം കോടതി ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതിന് ശേഷവും രാഷ്ട്രീയ പാർട്ടിക്കാർ ഇപ്പോഴും BJPക്ക് എഗൻസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നൊരു വെപ്പണാണ് ഈ ഗോദ്ര എന്ന് പറയുന്നത്. ഒരു സിനിമ എന്നുള്ളത് മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സാധനമാണ്. ചിലർ പറയും ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്നുള്ളത്. ഇൻഫ്ലുവൻസ് ചെയ്യില്ലെങ്കിൽ നിങ്ങൾ ഒരു കോമഡി പടം കണ്ടുകൊണ്ട് ചിരിക്കാതിരിക്കും. എങ്കിൽ ഞാൻ പറയാം പടം ഇൻഫ്ലുവൻസ് ചെയ്യില്ല. ആ കോമഡി കണ്ടിട്ടാണല്ലോ നമുക്ക് ഈ ചിരി വരുന്നത്. അതുപോലുള്ള വികാരം തന്നെയാണ് പലതും ഈ സിനിമയ്ക്കകത്ത്. എൻ്റെ സിനിമയ്ക്കകത്ത് ഞാൻ അറിയപ്പെടുന്നൊരു പെട്രിയോട്ടിക് ഫിലിം മേക്കർ എന്നുള്ളതാണ്. കാരണം അതിനകത്ത് ഞാൻ രാജ്യസ്നേഹം വരുന്ന രീതിയിലുള്ളത് സീക്വൻസുകളും ഡയലോഗുകളും എൻ്റെ ഹീറോ കൊണ്ട് പറയിപ്പിച്ചും അവരുടെ ചുറ്റുമുള്ള ആളുകളെ വെച്ചിട്ട് അതിൻ്റെ ഇമോഷൻസും വരുന്ന സമയത്താണ് പിള്ളേർ പടം കാണുന്ന സമയത്ത് ഭാരത് മാതാ കി ജയ് അല്ലെങ്കിൽ ജയ് ഹിന്ദ് എന്ന് പറയുന്നു. ഇതേപോലെ ഈ സിനിമയ്ക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പടം കണ്ടാണെങ്കിൽ യെസ് ഐ ലൈക്ക് ഇറ്റ്, ലവ്ഡ് ഇറ്റ് എന്നത്. മേക്കിംഗ്, രാജുവിൻ്റെ മേക്കിംഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു ഈസ് വെരി ലക്കി ടു ഗെറ്റ് എ പേഴ്സൺ ഹൂ ക്യാൻ സ്പെൻഡ് ദിസ് കൈൻഡ് ഓഫ് മണി ടു പ്രൊഡ്യൂസ് എ ഫിലിം. ഒരു സിനിമ ഉണ്ടാക്കാൻ അതിന് ഏറ്റവും അധികം സപ്പോർട്ട് ഒരു ഡയറക്ടർക്ക് വേണ്ട പ്രൊഡ്യൂസറിൻ്റെ ആണ്. എനിക്കിഷ്ടമുള്ള മാതിരി ഷൂട്ട് ചെയ്യാം. പക്ഷേ ഇതില്ലാത്ത സമയത്താണ് നമ്മളിങ്ങനെ അരക്കി പിടിച്ച് അത് കോംപ്രമൈസ് ചെയ്തൊക്കെയാണ് നമ്മൾ സിനിമ ചെയ്യുന്നത്, മലയാള സിനിമ. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു യെസ് ഹി ഈസ് വെരി ലക്കി. ഒരു 2-3 മണിയായപ്പോഴത്തേക്കുമാണ് ഇതിൻ്റെ റിയൽ റിപ്രക്കഷൻസ് നമ്മൾ കാണാൻ തുടങ്ങുന്നത്. ഇതിനകത്ത് എന്തിനാണ് ഈ ഗോദ്ര കേസ് കാണിക്കുന്ന സമയത്ത് അതിന് തുടക്കം മുതൽ കാണിക്കാതെ എന്തിനാണ് നടുക്കുന്നിങ്ങ് തുടങ്ങിയത്? ചോദ്യം നമ്പർ 1, ആൻഡ് ഇറ്റ്സ് എ ജെന്യുവൻ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓഫ് ഓൾ, വൈ ഡിഡ് യു പുട്ട് ദിസ് ഇഷ്യൂ വിച്ച് വാസ് ഓൾറെഡി ഗോൺ ആൻഡ് ഫൊർഗോട്ടൺ? കേസ് നടന്നു, അതിൻ്റെ പനിഷ്മെൻറ്റും കഴിഞ്ഞു, ആ ആളുകളെല്ലാം ഇന്ന് പലയിടത്തും ഇരിപ്പുണ്ട്. പലരും സുഖമായിട്ട് ഗുജറാത്തിൽ യാതൊരു പ്രശ്നമില്ലാതെ പോകുന്ന ഒരു സ്റ്റേറ്റിനെ കുറിച്ച് അതാണ് ഞാൻ ആ പടത്തിനകത്ത് കണ്ടിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ അതിന് നിങ്ങൾ BJPക്കാരാണ്, സംഖ്യകളാണ്, ഈ ലാംഗ്വേജുകളൊക്കെ യൂസ് ചെയ്യാം. നിങ്ങളെന്തിനാ ഇത് യൂസ് ചെയ്യാനുള്ള കാരണം നിങ്ങൾ ഈ സിനിമയ്ക്കകത്ത് കൊടുത്തിരിക്കുന്നത്? അതുകൊണ്ടല്ലേ നിങ്ങളൊരു കോൺട്രവേഴ്ഷ്യൽ ടോക്ക് വന്നിരിക്കുന്നത്. അപ്പം അതാണ് ആ സിനിമയെക്കുറിച്ചിട്ട് എനിക്കതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. രാജു ഇസ് എ ഗുഡ് ഫിലിം മേക്കർ എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ദ റൈറ്റർ ഷുഡ് ഹാവ് ബീൻ മോർ കെയർഫുൾ അബൌട്ട് റൈറ്റിംഗ് എ സെൻസിറ്റീവ് സബ്ജക്റ്റ് ലൈക്ക് ദിസ്. ആൻഡ് അതിനകത്ത് അവിടെയും ഇവിടെയും തൊടാതെ വരുമ്പോഴാണ് വാട്ട് ഈസ് യുവർ ഇൻറ്റൻഷൻ ഓഫ് പ്രൊജക്റ്റിംഗ് ദിസ് സബ്ജക്റ്റ് ലൈക്ക് ദിസ് എന്നുള്ളത്. അവിടെയാണ് ഇവിടെ ഇഷ്യൂസ് മുഴുവൻ തുടങ്ങിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ പാർട്ടിക്കാരെ അല്ലെങ്കിൽ RSSകാരെ തെറി വിളിച്ചിട്ടൊന്നും കാര്യമില്ല. അവരവരുടേതായിട്ടുള്ള വികാരവും അവരുടേതായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞപ്പം അതിനിപ്പം ഇവിടുത്തെ ഭരിക്കുന്ന ഗവൺമെൻറ് പറയും നോ, അത് അവരുടേതാണ്. അത് ഇവർ തന്നെ ആദ്യം എതിർത്തിട്ടുണ്ട്. കാരണം അതിനകത്ത് നമ്മുടെ പിണറായി സഖാവിനെ അടക്കം അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് RSSൻ്റെ അല്ലെങ്കിൽ BJPക്കാരുടെ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ശബ്ദം ഉയർന്നപ്പോഴാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ അവരുടെ കൂടെയൊക്കെ ചേർന്നു. ഇവർക്ക് ഒപ്പോസിറ്റ്. ഇതൊക്കെ ഒരു കളിയാണത്. സിനിമയിൽ വരുന്നതായിട്ടുള്ള പ്രശ്നങ്ങളെ ബൂം ചെയ്തിട്ട് കാണിക്കാനും സാധിക്കും, ഇല്ലെങ്കിൽ അതിനെ വിട്ടേക്കെന്നും പറയാം. പക്ഷേ ഇത് വരുന്ന സമയത്ത് എൻ്റെ പ്രശ്നം, ഞാൻ എന്തുകൊണ്ട് ഇതിനൊരു ലൈവ് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ അല്ലെങ്കിൽ ഇതൊന്നുമല്ലായിരുന്നു. അതിനകത്ത് എനിക്ക് വരുന്ന മെസ്സേജുകളെന്ന് പറഞ്ഞാൽ മോഹൻലാലിനെ ലെഫ്റ്റനൻ്റ് കേണൽ പദവി എടുത്തു കളയണം. അറേ, മോഹൻലാലിൻ്റെ അയലോക്കത്തെ കുട്ടിക്ക് മറ്റേ ഡിസെൻട്രി വന്നു കഴിഞ്ഞാലും അയലോക്കത്തെ കുട്ടിക്ക് ഡിസെൻട്രി വന്നു, മോഹൻലാലിൻ്റെ ലെഫ്റ്റനൻ്റ് കേണൽഷിപ്പ് എടുത്തുകളാം. ഇങ്ങനെ ഞാൻ കേട്ട് മടുത്തിരിക്കണം. എന്ത് പറഞ്ഞാലും മോഹൻലാലിൻ്റെ ലെഫ്റ്റനൻ്റ് കേണൽഷിപ്പ് എടുത്തുകളാം. ഇത് നമുക്ക് മലയാളിക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന ഒരു പോസ്റ്റാണ് ലാലിന് കിട്ടിയിരിക്കുന്നത്. കാരണം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഫിലിം ആക്ടർക്ക് ഇത് കിട്ടുന്നത്. ഈവൻ നാനാ പടേക്കർ ഹാസ് ട്രൈഡ് ഹിസ് ലെവൽ ബെസ്റ്റ് ടു ഗെറ്റ് ഇറ്റ് ആഫ്റ്റർ ഡൂയിങ് പ്രഹാർ, ആ ഒരു സിനിമ അന്നത്തെ കാലത്ത്. ഈ വെൻ ആൻഡ് സ്റ്റേഡ് വിത്തിൻ. ദെൻ കാർഗിൽ യുദ്ധത്തിൽ പോലും അദ്ദേഹം അവിടെ പോയിട്ടുണ്ട്.
എന്നിട്ട് പോലും ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു പ്രസ്റ്റീജിയനാണ്. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ മലയാളിയുടെ അസൂയ അതിലാണ് കാണിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ലൈവിൽ വന്നത്. ലാൽ ഇത് അറിഞ്ഞിട്ടൊപ്പം ഞാൻ പറഞ്ഞു ലാൽ പടം കണ്ടിട്ടില്ല. അപ്പുറത്ത് വേറൊരാൾ ആരോ എടുത്തിട്ടുണ്ട്. പ്രൊമോഷൻ്റെ സമയത്ത് മോഹൻലാൽ നിന്നിട്ട് ഞാൻ പടം കണ്ടു. ഈ ഒരു ആർട്ടിസ്റ്റ് പടം കണ്ടു എന്ന് പറയുന്നത് ഡബ്ബിങ്ങിൻ്റെ സമയത്തും പലയിടത്തും കടന്ന് എല്ലാം പടം കണ്ടു എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഒരു ടോട്ടാലിറ്റിയിലൊരു പടം കണ്ടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ട്രോള് അല്ലെങ്കിൽ അത് കുറേ യൂട്യൂബേഴ്സിന് പൈസ ഉണ്ടാക്കാൻ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. ഐ ഡോണ്ട് കെയർ ഫോർ ഓൾ ദിസ് തിങ്. ഐ ഡോണ്ട് ഈവൻ റീഡ് ദ കമൻറ്റ്സ്. ഇതിനകത്ത് ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ അതിൽ ആരുടെ കുറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെയും കുറ്റമല്ല. ഒരു കഥ എഴുതി, അത് ഇഷ്ടപ്പെട്ടു, അത് ചെയ്തു. പറഞ്ഞു കേൾക്കുന്ന സമയത്ത് എന്താണ് ഈ കഥ എന്നുള്ളത് ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് യെസ് ഇങ്ങനെ സംഭവമുണ്ട്, അതുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻട്രൊഡക്ഷൻ, ഹെലികോപ്റ്റർ വരുന്നു, ഇതിങ്ങനെയൊക്കെയാണ് നമ്മൾ കഥ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ടോട്ടലി പടം കാണുമ്പോഴാണ് അതാണ് ഇവിടെ ഡാമേജ് വന്നിരിക്കുന്നത്. അതാണ് ഇത്രയും വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത്. നേരെ മറിച്ച് ഇതേ എമ്പുരാൻ കൊണ്ടുപോയിട്ട് നമ്മൾ ആളിനെ ആ ഫോറിനിലും ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ഇത്രയും പോയിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അവിടെ തന്നെ കഥ കഴിഞ്ഞ് വില്ലനെ അവിടുന്ന് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇതാക്കാം. ഇവിടെ ഈ സെൻസിറ്റീവ് ഇഷ്യൂ കൊണ്ടുവന്നിട്ട് അവിടെയും ഇവിടെയും തൊടാതെ ഇട്ടിട്ട് ഒരു സൈഡ് മാത്രം പറഞ്ഞതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ആ പടത്തിൻ്റെ അതിനെ ഡാമേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നു അല്ലെങ്കിൽ അത് നന്നായിട്ടില്ല എന്നുള്ളോ അതൊന്നല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. സാർ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഒരു പടത്തിനെ ഒരു പടമായിട്ട് കണ്ടുകൂടെ? ഒരു സിനിമ അത് സിനിമയായിട്ട് കണ്ട ഒത്തിരി ആൾക്കാരുടെ കഷ്ടപ്പാട് ഒരു സിനിമ മേക്ക് ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ള ഭയങ്കര വലിയ എഫേർട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്ക് രാജേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാ ആൾക്കാരെയും ഒരുപോലെ റെസ്പെക്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒത്തിരി ആൾക്കാർ അതിൻ്റെ ഒരു എഫേർട്ട് അതിലുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു മൂവി ആയിട്ട് കണ്ടുകൂടെ എന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണെങ്കിൽ, അങ്ങനെ മൂവിയായിട്ട് കാണേണ്ടതാണ് എങ്കിൽ ഈ മൂവിക്ക് മാത്രം നിങ്ങൾ എന്തിനാണ് മൂവിയായിട്ട് കാണുന്നത് എന്ന് ചോദിക്കുന്നത്? ഇതുപോലെ പല സബ്ജക്റ്റുകളും ഇവിടെ വന്നിട്ടുണ്ട്. ഐ എം നോട്ട് ടേക്കിംഗ് ഔട്ട് ദ നെയിംസ്. ഡോണ്ട് ബി എ ഹിപ്പോക്രാറ്റിക്കൽ. ഇതിനെ മാത്രം നിങ്ങൾ അപ്പം എന്താണ് യു വാണ്ട് ഈ വികാരം, ഇവരുടെ വികാരങ്ങളെ മുഴുവൻ നിങ്ങൾ അടിച്ചമർത്തിക്കൊണ്ട് നിങ്ങളിതിനെ മൂവിയായിട്ട് കാണും. മറ്റുള്ള വികാരങ്ങളുള്ള സിനിമകൾ വരുമ്പോൾ അതിനെ നിങ്ങൾ മൂവിയായിട്ട് കാണരുത്. അങ്ങനെയാണെങ്കിൽ ഒരു പേര് പറയേണ്ടത് കേരള സ്റ്റോറി. അത് വന്നപ്പോൾ എന്തായിരുന്നു ഇവിടെ സംസാരം? അതിനെ മൂവിയായിട്ട് കണ്ടുകൂടെ എന്നുള്ളത്. ഓക്കെ, ചോദിച്ചു, ശരി തന്നെയാണ്. അപ്പോൾ ഇതെന്താണെന്ന് അറിയുക, ഹിപ്പോക്രസിയാണ്. നിങ്ങളെ ഹർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ന്യായങ്ങളുണ്ട്. മറ്റുള്ളവരെ നിങ്ങൾ ഹർട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ന്യായങ്ങളുണ്ട്. ഇറ്റ്സ് നോട്ട് കറക്റ്റ്. എല്ലായിടത്തും വേണം ഈ നീതി. അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ വരുന്ന സമയത്ത് യു ഷുഡ് ബി കെയർഫുൾ വാട്ട് ഈസ് ട്രൂ. ആൻഡ് ഇതും ഒരു ട്രൂ സ്റ്റോറിയാണ്. പക്ഷേ അതിന് ട്രൂവിനെ ഫുള്ളായിട്ട് കാണിക്കുമോ? കേരള സ്റ്റോറി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ട്രൂ ആയിട്ട് തന്നെയാണ് അവർ കാണിച്ചിരിക്കുന്നത്. അതിനെ എവിടെയും കട്ട് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അതിനെ നിങ്ങൾക്ക് എതിർക്കാം. ഈ പടത്തിനെ നിങ്ങൾ പറയുന്നു അതിനെ സിനിമയായിട്ട് കാണണം എന്നുള്ളത്. എന്തുകൊണ്ട് അതിനെ സിനിമയായിട്ട് കാണാൻ? സോ ഇത് പൊളിറ്റിക്കൽ അജണ്ടകൾ. ഐ ഡോണ്ട് വാണ്ട് ടു കമന്റ് ഓൺ ദിസ് തിങ് ബിക്കോസ് ഇറ്റ്സ് എ ഡർട്ടി ഗെയിം. അങ്ങനെ സിനിമയായിട്ട് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് നാളെ അത് പറയാൻ പോലും ഇറ്റ്സ് നോട്ട് എ പ്ലസൻറ്റ് ടോക്ക് ഓൺ ദിസ് തിങ്. അപ്പം അതിനെക്കുറിച്ച് അങ്ങ് വിട്ടേക്കുക. പക്ഷെ പിന്നീട് ഇങ്ങനെ ഓരോന്ന് വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് കറക്റ്റാണ്, എന്തുകൊണ്ടാണ് ട്രെയിൻ കത്തുന്ന് കാണിച്ചില്ല? അത് കത്തുന്ന് കാണിക്കാതെ തന്നെ ഇപ്പുറത്ത് സ്ട്രേറ്റ് അവേ മുസ്ലിങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന കാണിക്കുന്നു. അപ്പോൾ അതെന്താണ്? ഇവിടെ ഹിന്ദുവിൻ്റെയും മുസ്ലിൻ്റെയും വികാരത്തിനെ ഇളക്കുകയാണ്. ഒരു കാര്യമില്ല. ആ കേസ് കഴിഞ്ഞിട്ടുള്ളതാണ്. സുപ്രീം കോടതി വിധിയും വന്നിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ മുകളിൽ പോയിട്ട് ചൊറിയാൻ നിൽക്കേണ്ട ഇങ്ങനൊരു പടം, ബ്രഹ്മാണ്ഡ പടത്തിനകത്ത് അങ്ങനൊരു സബ്ജക്റ്റ് ആ ഒരു പോയിൻ്റ് അതിനകത്തോട്ട് കയറ്റേണ്ട ആവശ്യം എന്തായിരുന്നു? എന്നിട്ട് പിന്നെ കാണിച്ചിരിക്കുന്നതൊക്കെ എന്താണ്? അവിടെ തന്നിട്ടുണ്ടായിരുന്ന ആൾക്കാർ പ്രൈം മിനിസ്റ്ററായി, ഹോം മിനിസ്റ്ററായി ഇങ്ങനെയൊക്കെ കാണിക്കുന്ന സമയത്ത് ഡെഫിനറ്റായിട്ടും ദേ വിൽ ഗെറ്റ് ഹേർട്ട്. ആ ഹേർട്ടിനെ യു ഗോട്ട് ടു റെസ്പെക്റ്റ് ഇറ്റ്. ആ സമയത്ത് നിങ്ങൾ പറയരുത് ഇതിനെ കാണണമെന്ന്. അപ്പോഴത്തേക്കും എന്തേ കേരള സ്റ്റോറി പോയിട്ട് മുഖ്യമന്ത്രി കാണാതിരുന്നു? അത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. ഇപ്പം ഇത് കാണാൻ വേണ്ടി മുഖ്യമന്ത്രി പോയില്ലേ? എന്തിന്? ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ഫൈറ്റ്. അങ്ങനെ നിങ്ങൾ സിനിമയെ കാണുവരുത്. അത് നിങ്ങൾക്ക് കാണാമല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരിക്കും ആ ഗോത്ര ദുരന്തം എന്താണെന്ന് പറയേണ്ടി വരും. അപ്പം ശരിക്കും അത് എന്താണ് സാർ? കാരണം ഇതറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കും. ഗോത്ര ഇഷ്യൂ എന്തായിരുന്നു എന്നുള്ളത് ആദ്യം പലതും പറഞ്ഞു. ഗോത്രയിൽ അതിൽ സ്റ്റൗ കത്തിച്ചിട്ടാണ് ട്രീ ഇതായിരുന്നത്. സൂര്യ, നിങ്ങളൊക്കെ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു മണ്ണെണ്ണ സ്റ്റൗ കത്തിച്ചിട്ട് ഒരു സീറ്റ് കത്തിക്കഴിഞ്ഞാൽ ഈ 53 പേര്
രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ നിന്ന് ഹൈഡ്രജൻ ഗ്യാസാണ് ആണ് പൊട്ടി ഫുൾ കമ്പാർട്ട്മെൻ്റ് അങ്ങ് കത്തിപ്പോവാൻ. ഒന്ന് കത്തുമ്പോൾ അത് സീറ്റിൽ നിന്ന് കത്തിപ്പിടിച്ച് അവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ഈ സമയത്ത് ഈ ആൾക്കാർക്കെല്ലാം ഒഴിഞ്ഞു പോവാം. എന്താ ഈ 53 ആൾക്കാർ ഈ വാതിലിനകത്ത് തന്നെ പെട്ടിട്ട് മരിച്ചു പോയത്? പോയിന്റ് നമ്പർ 1. അപ്പോൾ അതങ്ങ് സൈഡായിക്കോളും. ഇതെല്ലാം കഴിഞ്ഞ് എൻക്വയറി വന്ന് പോലീസ് എൻക്വയറി വന്നപ്പോഴാണ് ഇതെല്ലാം പറയുന്നത്. കുറേ ആളുകൾ കയറി വന്നു. അവർ കയറി വന്നിട്ട് പെട്രോളും ഇതും എടുത്തിട്ട് ഇതിനകത്ത് ഇത് സംഭവം നടന്നതെന്താണ്, ഗോദ്ര സ്റ്റേഷനിൽ നിന്ന് വണ്ടി നിന്ന സമയത്ത് അവിടെ ഈ പാസഞ്ചേഴ്സും അവിടെ വെൻഡേഴ്സായിരുന്ന മുസ്ലിം, ഗോദ്ര എന്ന് പറയുന്നൊരു മുസ്ലിം ലൊക്കാലിറ്റിയാണ്, അവർ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഈ പ്രശ്നത്തിൻ്റെ മുകളിലാണ് ഇതിൻ്റെ അഗ്രിവേഷൻ. അപ്പോൾ അവിടെ നോക്കുന്ന സമയത്ത് ഒന്നുമില്ലാതെ ഇതിനകത്ത് മുഴുവൻ പണ്ഡിറ്റുകൾ കാവിയും മറ്റതൊക്കെ ആയിട്ട് അപ്പുറത്തിരിക്കുന്ന വരും. ഈ അഗ്രിവേഷനാണ് പിന്നീടത് അവിടെ നിന്ന് അവന്മാർ വണ്ടി ചാടി കയറിയിട്ട് ചെയിൻ പിടിച്ച് വണ്ടി നിർത്തിയപ്പോഴത്തേക്ക് 1/2 കിലോമീറ്റർ പോയിരിക്കുന്നു. അവിടെയാണ് ഇവന്മാരെല്ലാവരും കൂടെ ആക്രമിച്ച സമയത്ത് എന്താണ്, ഈ 53 പേരെ എങ്ങനെയാണ് ഈ ഒരു ചെറിയൊരു തീയിൽ നിന്ന് ഒരുമിച്ച് കത്തിപ്പോകാനുള്ള സിറ്റുവേഷൻ കുറച്ച് ചോറുണ്ണുന്ന ആൾക്കാരാണെങ്കിൽ മനസ്സിലാക്കാം. ട്രെയിനിന് പെട്ടെന്ന് അങ്ങ് തീ പിടിക്കില്ല. അതിൻ്റെ സീറ്റുകളൊക്കെ ഒന്ന് കത്തി വരുമ്പോഴത്തേക്കും, റെക്സിനൊക്കെ കത്തി വരുമ്പോഴത്തേക്കും സമയമെടുക്കും. അതിനകത്ത് മരമല്ല, ഇരുമ്പാണ് കൂടുതൽ. ആ സീറ്റുകൾ മാത്രമാണ് മരത്തിൻ്റെ പ്ലേറ്റുള്ളൂ. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് ലോജിക്കൊന്നും ചിന്തിക്കില്ല. അത് കഴിഞ്ഞിട്ട് ഇവരാരും പുറത്തു പോകാൻ പറ്റാതിരുന്നു? ഈ ഡോറുകൾ 4 സൈഡിൽ നിന്നും അടച്ച് ലോക്ക് ചെയ്തിട്ടാണ് പുറത്ത് നിന്ന് ചെയിനിട്ട് ലോക്ക് ചെയ്ത്. അപ്പോൾ ഇതെല്ലാം പ്രിപ്പയർഡ് അല്ലേ? അല്ലെങ്കിൽ ചെയിനൊക്കെ ആരെങ്കിലും കൊണ്ടുവരും ഡോർ ലോക്ക് ചെയ്യാമെന്നൊക്കെ. ഇതൊക്കെ കോടതിയിൽ വാദം കഴിഞ്ഞ് ഇവരെ 34 പേരെയും ശിക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ കാരണക്കാരെന്ന് പറയുന്നത് റൈറ്റ്സ് പിന്നീടാണ് നടന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇത് മരിച്ചതിന് ശേഷമാണ് ടൗണിലോട്ട് പിന്നീട് റൈറ്റായിട്ട് മാറിയത്. അപ്പോൾ ഇതാണ് ജനങ്ങൾ അത് മാറ്റിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ് ആ റൈറ്റ് മാത്രമാണ് കാണിച്ചു കഴിഞ്ഞാൽ ഹൗ വിൽ യു വിൽ ബിലീവ് ദ ഇതാണ് നടന്നത്. ചുമ്മാ കിടന്നുറങ്ങിയിരുന്ന മുസ്ലിം സഹോദരങ്ങളെ പോയിട്ട് ഹിന്ദുക്കൾ പോയി കുത്തി കൊന്നു. തുടക്കം നിങ്ങൾ തുടങ്ങി വയ്ക്കും. ഇപ്പം ഗാസ എന്ന് പറയുന്ന ഇഷ്യൂ നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാം സേവ് ഗാസ എന്ന് പറയുന്നത്. ആ സെപ്റ്റംബർ 27 ആ ഡേറ്റിൽ നിങ്ങൾ കണ്ടതല്ലേ, അവന്മാർ പാലസ്തീനിൽ ഇവിടെ വന്നിട്ട് ആ ടൗണിൽ വെച്ചിട്ടൊരു നിരപരാധിയായിട്ടുള്ളൊരു കുട്ടീനെ വലിച്ചുകൊണ്ട് പോയിട്ട് റോട്ടിട്ട് റേപ്പ് ചെയ്ത് വെടിവെച്ച് കൊന്നു. എന്തിന്? അവൾ ഡാൻസ് ചെയ്തു അവിടെ ബാറിലകത്തോ അതോ പാർട്ടിക്കകത്തൊന്നും. ഇതിൽ നിന്ന് തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഇവിടെ അവന്മാർ വന്ന് കുറേ വെടിവെച്ചിട്ടങ്ങ് പോയി. ഇത് കഴിഞ്ഞ് ആ രാജ്യം തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോൾ നെലിയും വിളിയും കൂട്ടി സേവ് ഗാസ. നിങ്ങളെന്തിനാ വെറുതെ ഇരിക്കുന്ന ആൾക്കാരെ ചൊറിയാൻ പോകുന്നു? ഈ ടെററിസം വാട്ട് ഈസ് ഇറ്റ്? വെറുതെ മനസ്സമാനത്തിലിരിക്കുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ ഇടയിൽ ഈ ചിന്താഗതിയായിട്ട് വരുന്ന ആളുകൾ വന്നിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കാണ് ഇതിന് ടെററിസം അല്ലെങ്കിൽ ഫെനറ്റിസം എന്ന് പറയുന്നത്. ഈ ഫെനറ്റിസം വന്നു കഴിഞ്ഞിട്ട് അടി കിട്ടിക്കഴിഞ്ഞ് ആ സമയത്ത് നിങ്ങൾ 10-15-50 ആൾക്കാരുണ്ട് വന്നു ശക്തമായിട്ട് നിരപരാധികളുടെ കുറേ ആൾക്കാരെ കൊന്നിട്ടങ്ങ് പോയി. പക്ഷെ അപ്പുറത്ത് അവൻ്റെ രാജ്യം ശക്തമാണെങ്കിൽ അവരിങ്ങ് വന്ന് അടിക്കും. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതിനിവിടെ നിങ്ങൾ നിലവിളക്കം മണ്ണെണ്ണ വിളക്കം കത്തിച്ചിട്ട് സേവ് ഗാസ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും സേവ് ഗാസയില്ല. എന്തായി? ദേ ഡിഡ്ന്റ് ഈവൻ ബോദർ ഫോർ ഇറ്റ്. ഇപ്പോൾ ഒരു മൂവി പുറത്തിറക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒത്തിരി എഫേർട്ട് ഉണ്ടായിരിക്കും. ഇപ്പം അതിനിടയിൽ എന്ത് പറഞ്ഞാലും സംഘികളാണ്, സംഘിമാർ വന്നു, സംഘിമാർക്ക് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത് കമൻസ്. നിങ്ങൾ ഒന്നാമത്തത് ഒരു ഈ സംഘി എന്നൊക്കെ പറയുന്നത്, ഞാനൊരു സംഘിയാണ്, ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. ഞാൻ കുട്ടിക്കാലത്ത് ശാഖയിലൊക്കെ പോയിട്ടുള്ള ആളാണ്. പക്ഷെ ഞാൻ പഠിച്ച ശാഖയിൽ എന്നെ ഒരാളെ കൊല്ലാനോ വർഗീയതയൊന്നും പഠിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ മറ്റുള്ള മതക്കാരെ വെറുക്കണം എന്നൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അതെന്തിനാണത്? ഹിന്ദുക്കൾ ഒരുമിച്ച് കഴിഞ്ഞാൽ ഈ മറ്റുള്ള പാർട്ടിക്കാർക്ക് പ്രശ്നം ഉണ്ടായിരിക്കും. അത് ലെഫ്റ്റ് ആണെങ്കിലും ശരി, റൈറ്റ് ആണെങ്കിലും ശരി. ഇവരുടെ പ്രശ്നം എന്താണ്? ഇവർക്ക് കിട്ടുന്ന വോട്ട് ചങ്കെന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഭിന്നിപ്പിച്ചിരിക്കുന്ന ഹിന്ദുക്കളെ വെച്ചിട്ടാണ് ഇവർ ജീവിച്ചു പോകുന്നത്. അപ്പോൾ അതിനുള്ളിൽ ഫ്രിക്ഷൻ ഉണ്ടാക്കാൻ ഇവിടുത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ദൂരം നിർത്താൻ ഉള്ള ഏറ്റവും വലിയ ഒരു ആയുധമാണ് അത് സംഖ്യയാണ് കേട്ടോ. മുസ്ലിങ്ങളെ കൊല്ലാൻ നടക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനെ നിങ്ങളൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയിട്ട് ഈ സംഘി എന്ന് പറയുന്ന RSSകാരാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്, ഏറ്റവും വലിയൊരു സംഘടന എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇന്ന് ഭാരതം 3ാമത്തെ പ്രാവശ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി, അതിൽ പ്രവർത്തിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള ആളാണ് നരേന്ദ്ര മോദിജി. അപ്പോൾ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതെ വെറുതെ സംഘി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ എഴുതാം. കാരണം സോഷ്യൽ മീഡിയയിൽ മുഖമില്ലാത്തവൻ മേജർ രവി എടാ എല്ലാം പറയും.
പക്ഷേ ഇവൻ ഫേസ് ടു ഫേസ് വരുന്ന സമയത്ത് ഇത് പറയില്ല. നമ്മളിപ്പോൾ എന്ത് സംസാരിച്ചാലും രാഷ്ട്രീയം അതിനിടയ്ക്ക് വരുന്നുണ്ട്, രാഷ്ട്രീയം വരുന്നുണ്ട് മോളെ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് ഈ സർവൈവ് ചെയ്യുന്ന രാഷ്ട്രീയക്കാർക്ക് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. ഇപ്പം ലെഫ്റ്റിന് ജയിക്കണമെങ്കിൽ അവർക്ക് ദേ വോണ്ട് ടു ഗെറ്റ് ദ മുസ്ലിം വോട്ട്സ്, ദേ ട്രൈങ് ദ ലെവൽ ബെസ്റ്റ്. പക്ഷേ മുസ്ലിംസ് ആർ നോ, ദേ ആർ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ കൂടെ അവർ മുസ്ലിം ലീഗ് അത് കോൺഗ്രസുമായിട്ട് അലൈൻ ചെയ്ത് പോയിരിക്കുകയാണ്. ലെഫ്റ്റ് ഈസ് ട്രൈങ് ദ ലെവൽ ബെസ്റ്റ് ടു ഗെറ്റ് ദം. സോറി, ദേ വിൽ നോട്ട് കം ക്ലോസ് ബിക്കോസ് ദേ ഡോണ്ട് ലൈക്ക് യു. പക്ഷേ അതിനകത്തുള്ള കുറച്ച് ആളുകളുണ്ടായിരിക്കും, അവർ മാത്രം സർവൈവ് ചെയ്യും. പിന്നെ BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾറെഡി മുസ്ലിങ്ങളെ നിങ്ങൾക്ക് പറ്റാത്തതാണ്. അപ്പം അങ്ങനെ ബാക്കിയുള്ളത് ഇതൊക്കെ പറയും, ഇത് കളികളാണത്. അല്ലേ സാർ, ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ ഭയങ്കര വിഷമമായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് തന്നെ ലാലേട്ടൻ അത് മാപ്പ് ചോദിച്ചിട്ടൊരു മാപ്പല്ല ഞാൻ കണ്ടത്. കാരണം എനിക്കറിയാമായിരുന്നു, കാരണം അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങളെ ഞാൻ ഹെർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളാൽ ആയിട്ടുള്ളതാണ് ഈ ലാലേട്ടൻ എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് അത് വേദനിക്കുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ എം സോറി. ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ക്ഷമ ചോദിക്കും. അപ്പോൾ ലാലേട്ടൻ അതിന് ക്ഷമ ചോദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലാലേട്ടൻ ഒരു കലാകാരനാണ്. ഒരു കലാകാരൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് എൻ്റെ കല ഇഷ്ടപ്പെട്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ കല കാരണം എന്തെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉത്തരവാദിത്വമാണ്. ഐ എം സോറി ടു ഇഫ് യു ഗോട്ട് അറ്റ് ഐ വിൽ നോട്ട് ഡു ഇറ്റ് അഗെയിൻ. അത്രേ ലാലേട്ടൻ ചെയ്തിട്ടുള്ളൂ. സ്ക്രിപ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രൊമോഷൻ വീഡിയോയിൽ രാജുവേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു 6 മണിക്കൂർ എടുത്തിട്ടാണ് ആ സ്ക്രിപ്റ്റ് ലാലേട്ടനെ വായിച്ച് കേൾപ്പിച്ചത്. ലാലേട്ടൻ ശരി മോനെ എന്ന് പറഞ്ഞു. അതെനിക്ക് തോന്നുന്നു ആ ഒരു ക്ലിപ്പ് ഭയങ്കര രീതിയിൽ വൈറലായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ സ്ക്രിപ്റ്റ് കേൾക്കാണ്ടാണ് ഒരിക്കലും ഒരു മൂവി ചെയ്തത് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിറ്റിസിസത്തിന് പറയാതെ ഓക്കെ, ഈ 6 മണിക്കൂർ ഒരാളിരുന്നിട്ട് സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യുക. ഞങ്ങൾ കളിയും തമാശയൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഒരു സ്ക്രിപ്റ്റ് വായിക്കുക. അതിൻ്റെ ഇടയിൽ പല സമയത്തും മണിക്കൂറുകളോട് വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകും. ഓക്കെ, പലപ്പോഴും 1 മണിക്കൂറിൽ നമ്മൾ സ്ക്രിപ്റ്റും കഴിച്ച് പിന്നീട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക ചെയ്യുക. ഓക്കെ, ഇപ്പോൾ രാജുവിൻ്റെ കൂടെ ഞാനൊരു പടം ചെയ്തിട്ടുണ്ട്. അതിനോട് ഞാൻ സ്ക്രിപ്റ്റ് പറഞ്ഞത് എത്ര 6 മണിക്കൂർ കൊണ്ട് ഞാൻ സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുത്തു. രാജു ഓൾറെഡി സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കും. പലരുടെ എങ്കിലും സ്ക്രിപ്റ്റ് ഉണ്ടാവില്ല. ഇപ്പം ഞാൻ ഒരു ഡയറക്ടറോട് വർക്ക് ചെയ്യുന്ന സമയത്ത് സാറേ ഇതാണ് സീന്, സാറിൻ്റെ സൈഡിൽ നിന്ന് ചെയ്തോ, അത് കയറി ഹിറ്റായി. ആ പടം സൂപ്പർ ഹിറ്റാവുന്നു. കാരണം അവിടെ ഡയലോഗ് ഇതൊരു കോൺഫിഡൻസാണ്. അപ്പം അതുകൊണ്ട് സ്ക്രിപ്റ്റ് വായിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, സ്ക്രിപ്റ്റിനകത്ത് ഇതൊന്നും എഴുതിയിട്ടുണ്ടാവില്ല, ഇങ്ങനെയൊന്നും ഫീൽ ചെയ്യില്ല, ഇതിൻ്റെ കണക്ഷൻ ഇങ്ങനെ വരില്ല. അത് ഞാനൊക്കെ പടം ചെയ്യുന്ന സമയത്ത് ഒരു വാറിൻ്റെയൊക്കെ സിനാരിയോ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഷൂട്ടിന് പോകുന്നതാണ്. ഫുള്ളായിട്ട് ഇങ്ങനെ പറയും ഓക്കെ ഓക്കെ ഏകദേശം പടി കിട്ടി, ദാറ്റ്സ് ഓൾ. അപ്പോൾ എല്ലാം ഇരുന്ന് വായിച്ചിട്ട് തന്നെ വേണം എന്നുള്ളത് അത് ഇറ്റ്സ് അപ് ടു ദ ആർട്ടിസ്റ്റ്. ഈ സെൻസർ ചെയ്ത് കുറച്ച് സീൻസ് ഒക്കെ ഒഴിവാക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് സെൻസർ ചെയ്യുന്നൊന്നുമില്ല, അത് ഇവർ തീരുമാനിച്ചിട്ട്. ഇപ്പം ഞാൻ ഒരു പടം ഇട്ടു, എനിക്ക് തിയേറ്ററിൽ പോയിട്ട് പറയാം. ഇപ്പം തിയേറ്ററിൽ പോയി പറയാൻ പറ്റില്ല, കാരണം അത് ഫിലിമല്ല, ക്യൂബ് ആയതുകൊണ്ട് അവരെ ഇൻഫോം ചെയ്യണം. അപ്പോൾ ഇവർ തീരുമാനിച്ചു ഇന്ന പോർഷൻസ് മാറ്റാവുന്നത്, അവർ ക്യൂബിൽ ഇൻഫോം ചെയ്യുന്നു, അതങ്ങ് കട്ട് ചെയ്തോളുന്നത്. അത് ഇറ്റ് ഈസ് പ്രൊറഗേറ്റീവ് ഓഫ് ദ പ്രൊഡ്യൂസർ, ഡയറക്ടർ ആൻഡ് എവറിബഡി. അതാണ് ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്നത്. അതായത് സെൻസർ പിന്നെ ചെയ്തു എന്നുള്ളത് പറയണ്ട. ഞാൻ എൻ്റെ കീഴ്ചകളെ ഉദാഹരണം പറയാം. അതിനകത്തൊരു റേപ്പ് സീക്വൻസ് ഉണ്ട്. സെൻസറിനകത്ത് 1 ഇഞ്ച് പോലും അത് കട്ട് ചെയ്തിട്ടില്ല. 2-3 ലേഡീസ് ഉണ്ടായിരുന്നു, ഗണേശൻ്റെ സിസ്റ്റർ മിനി, സാറ ജോസഫ് മാഡം, ഇവരൊക്കെ ഉണ്ടായിരുന്നു. അവർ പറയും രവി ഒരു പോർഷൻ പോലും കട്ട് ചെയ്ത് കളയരുത്. കാരണം അതിലാണ് നമുക്ക് ആ വില്ലനോടുള്ള ദേഷ്യം വരുന്നത്. അത് നിങ്ങൾ മനോഹരമായിട്ട് ആ റേപ്പ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു, കാരണം വൃത്തികേടല്ലാതെ. പക്ഷെ ഞാൻ തിയേറ്ററിൽ ഇരുന്നിട്ട് പടം കാണുമ്പോൾ സരിത തിയേറ്ററിൽ ഫുൾ തിയേറ്റർ ഇരിക്കുന്നു, ഫാമിലീസ് ഇരിക്കുന്നു, എനിക്ക് എന്തോ ഒരു മാതിരി ആ റേപ്പിൻ്റെ അത് വരുന്ന സമയത്ത് കുട്ടികളൊക്കെ. അങ്ങനെ ഞാൻ 8 ഫീറ്റ് ഞാൻ അവിടെ ഇരുന്നിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. 8 ഫീറ്റ് എന്ന് പറഞ്ഞാൽ ആണോ അറിയേണ്ടവർക്ക് അറിയാതെ റേപ്പാണെന്നുള്ളത്, കുട്ടികൾക്ക് അറിയില്ല എന്താണെന്നുള്ളത്. കുട്ടികൾ ചോദിച്ചാൽ അവർ നമ്മളെ തല്ലൂടാണെന്നുള്ളത് പറയാം അച്ഛനമ്മമാർക്ക്. അത് എൻ്റെ ഇഷ്ടമാണ് എപ്പോൾ കട്ട് ചെയ്യണമെന്നുള്ളത്. അതാണ് അവർ ചെയ്തിട്ടുള്ളൂ. അവർക്ക് തോന്നി ഓക്കെ ഇത് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, കട്ട് ചെയ്ത് കളഞ്ഞേക്ക്.
ഞാനിപ്പം ആലോചിക്കുകയാണ്, ഇപ്പം ഈ ഒരു മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സുപ്രചേച്ചി ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പോസ്റ്റ്, ആളറിഞ്ഞ് കളിക്കടാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ്, അതും എടുത്തിട്ട് ഇപ്പം എല്ലാ ആൾക്കാരും പറയുകയാണ് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു മൂവിയെ ഡീഗ്രേഡ് ചെയ്തത് നമ്മളെപ്പോലുള്ളവരാണ്. എങ്ങനെ വേണമെങ്കിലും കാണാം. ഇത് ചില സമയത്ത് അതിനെ എങ്ങനെ ആൾക്കാർ എടുക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ആ ഡയലോഗും അതിൻ്റെ ഇപ്പോൾ ആഫ്റ്റർമാത്തും കാണുന്നത്. അപ്പോൾ അത് ചില സ്ഥലങ്ങളിൽ ചില വാക്കുകൾ അസ്ഥാനത്തായി പോകും. അത് അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നതാണത്. പക്ഷേ ചിലപ്പോൾ അത് പാളിപ്പോകുന്നതാണ്. അതിൽ എഴുതിയ ആളോ അല്ലെങ്കിൽ അത് ഇട്ട ആളോ അവരനുഭവിക്കുക, അവർ കേൾക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കേൾക്കുന്നുണ്ട്. അതല്ലേ പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ ആരെയും തെറി വിളിക്കാം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ. ഇപ്പം ഞാൻ ഇന്നലത്തെ എൻ്റെ ലൈവിൽ പോലും എനിക്കിഷ്ടം പോലെ തെറി, പക്ഷേ എൻ്റെ ഗുണം എന്താണെന്ന് അറിയാം, ഞാൻ പറയാതെ പറഞ്ഞിട്ടുണ്ട് പോകും. ഞാൻ അതിൻ്റെ താഴത്തുള്ള കമൻറ്റ് പിന്നെ നോക്കില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞു, എൻ്റെ കൺസെപ്റ്റ് ഇതാണ്, വാട്ട് ഈസ് ഐ ഫെൽറ്റ്. പിന്നെ ചിലത് എനിക്ക് അയച്ചു തരുമ്പോൾ ഞാൻ പറയും യെസ് ദറ്റ്സ് ഓക്കെ ഫൈൻ ഐ അണ്ടർസ്റ്റാൻഡ്. പിന്നെ എൻ്റെ വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഐ ഷുഡ് ബി കെയർഫുൾ. അങ്ങനൊരു സംഭവം വന്നിട്ടില്ല ഇതുവരെ. ഇപ്പോഴും മേജർ രവി നുണ പറഞ്ഞോ? ഞാൻ പറയും ഇല്ല. മോഹൻലാൽ നുണ പറഞ്ഞോ? ഇല്ല. അതെങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഐ ഡോണ്ട് വോണ്ട് ടു എക്സ്പ്ലെയിൻ ടു യു. അതെവിടെ എത്തില്ല. ബിക്കോസ് സ്റ്റിൽ യു വിൽ ട്രൈ ടു ഫൈൻഡ് ഫോൾട്ട് ഇൻ ദിസ്. അപ്പോൾ അതുകൊണ്ട് മേജർ രവി നുണയാണ് പറഞ്ഞത്, മോഹൻലാൽ നുണ പറഞ്ഞിട്ടില്ല. അല്ല, മോഹൻലാൽ നുണ പറഞ്ഞു, മേജർ രവി നുണ പറഞ്ഞിട്ടില്ല. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും പറഞ്ഞോളൂ. കാരണം ആരെയും എന്തും പറയാമെന്നല്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും അധികം തെറി കിട്ടുന്നത് പിണറായി സഹോദരനായിരിക്കും. മൂപ്പര് നോക്കുന്നുണ്ടോ? ഇല്ല. കാരണം ഇതിനൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. അത് അവൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കുകയാണ്. ഈ എഴുതുന്ന പലരും അവരെവിടെ എത്താൻ പറ്റാതെ പിന്നെ വിദ്വേഷം കൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാരുടെ ലാംഗ്വേജ് കാണാൻ അതിനകത്ത്. ആ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ പോയ്സൺ അവിടെ അങ്ങനെ കാണാതെ. അപ്പം അറിയാം, അതിനെ നെഗ്ലക്റ്റ് ചെയ്യുക, ഇഗ്നോർ ഇറ്റ്. ഈ എമ്പുരാൻ എഡിറ്റിംഗ് ആണെങ്കിൽ റിലീസ് എന്നൊക്കെ പറഞ്ഞ് കുറേ പോസ്റ്റൊക്കെ സാറ് കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ. അപ്പം അതൊക്കെ ഒരു പ്രഹസനമാണെന്ന് പറയുന്നവരോട് സാറിന് എന്താ പറയാനുള്ളത്? ഇതൊരു പ്രഹസനം എന്നൊക്കെ പറയുന്നതും ആൾക്കാരെ മണ്ടനാക്കന്മാരോ ഒന്നുമല്ല. ഓക്കെ, ഇതൊക്കെയാണ് പലയിടത്തുനിന്നും നോട്ടീസ് ചെയ്തിട്ടുള്ളതും പലയിടത്തുനിന്നും വന്നിരിക്കുന്ന notable points are these places are hurting the sentiments of the people and you are insulting the government officials for no rhyme and reason എന്നുള്ള വരുന്ന സ്ഥലത്ത് കട്ട് ചെയ്ത് കളഞ്ഞു അത്രയേ ഉള്ളൂ. അത് ഒരു പ്രഹസനമില്ല, ഒരു കളിയാക്കലും ഇല്ല. അതിൽ അവർ മനസ്സിലാക്കി യെസ് ഇത് കാരണമാണ് ഈ സംസാരം മുഴുവൻ നടന്നിരിക്കുന്നത്, കട്ട് ചെയ്താൽ കളഞ്ഞേക്ക്. എന്നാലും പടത്തിനൊന്നും സംഭവിക്കില്ല. അത്രേ നടന്നിട്ടുള്ളൂ. അങ്ങനെ വിചാരിക്കാത്തത് എന്താ? അതിനിടയിൽ കൂടെ എന്തിനാണ് സൂര്യകുണം വരുന്നത്? പ്രഹസനമാണോ എന്നൊക്കെ ചോദിക്കുന്നത്? പ്രഹസനമാണെന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ പ്രഹസനമാണെന്ന് ചോദിച്ചതല്ല. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇപ്പം ഞാൻ ഒരു മൂവി കണ്ടിറങ്ങുമ്പോഴത്തേക്കും ഓക്കെ കൊള്ളാം അങ്ങനെ എടുക്കുന്ന ഒരാളാണ്. അപ്പം അതിന് പറ്റി വീണ്ടും ഇങ്ങനെ പറയുമ്പോൾ ഇപ്പം രാജുവേട്ടൻ ചിലപ്പോൾ ബോധേഡ് ഒന്നും ഉണ്ടായിരിക്കില്ല. രാജുവേട്ടന് ബോധേഡ് എന്നുള്ളതല്ല, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് ഒരു മേക്കേഴ്സിൻ്റെ മെൻ്റലി ദേ വിൽ ഗെറ്റ് ഡിസ്റ്റർബ്ഡ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഇഷ്യൂ ഉണ്ടാക്കിയവരാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഇത് ഇഷ്യൂവിനെ പ്രൊജക്റ്റ് ചെയ്തവരാണെങ്കിലും ശരി, അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഫിലിം മേക്കർ വിൽ ഗെറ്റ് ഹേർട്ട്. അയ്യോ ഞാൻ ഇങ്ങനെ ഒരു അബദ്ധം ചെയ്തോ, അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. അവർ പിന്നീട് ദേ വിൽ ഗെറ്റ് ഹേർട്ട്. അവരും ഹേർട്ടാവുന്നുണ്ട്. ജനങ്ങൾ ഹേർട്ടായി എന്ന് പറയുന്ന സ്ഥലത്ത് ഇതേപോലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ഈ മേക്കേഴ്സും ഹേർട്ടാവുന്നുണ്ട്. അപ്പോൾ അതിനെയെല്ലാം നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദെൻ ദാറ്റ് മ്യൂച്വൽ തിങ്ങിൽ പോവും. പക്ഷേ ഇവിടുത്തെ ഇഷ്യൂ എന്താണ്? ഇഷ്യൂ നോക്കിക്കൊണ്ട് നടക്കുകയാണ്, എങ്ങനെ ഇഷ്യൂ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത്. അങ്ങനെയുള്ള സ്ഥലത്ത് യു ഷുഡ് ബി വെരി കെയർഫുൾ അബൌട്ട് നോട്ട് ടു മേക്ക് എൻ ഇഷ്യൂ. അപ്പോൾ അതാണ് വി ആസ് എ ഫിലിം മേക്കർ വി ഷുഡ് ബി വെരി കെയർഫുൾ ഓഫ് ദ സെൻസിറ്റിവിറ്റി ഓഫ് ദ പബ്ലിക്. അതിൽ എൻ്റെ ആശയം ഇതാണ്, ഇത് ഞാൻ അടിച്ചേൽപ്പിക്കും, നടക്കില്ല. അത് അപ്പുറത്ത് അവിടെ ഒച്ചയുമ്പോഴും ഉണ്ടാവും. അപ്പം ഞാനൊരു ഫിലിം മേക്കറാണ്. എനിക്ക് BJP മാത്രം സപ്പോർട്ട് ചെയ്യുന്നൊരു പടമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ വേറൊരു സംഭവമുണ്ട്, അത് സൂര്യ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ചില സിറ്റുവേഷൻസിൽ പലരും അങ്ങനെ ആയി പോകുന്നുണ്ട്. നിങ്ങൾ കാശ്മീരിൽ 88-89 ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കണ്ട കാശ്മീരുണ്ട്. അവിടെ പണ്ഡിറ്റ്മാരെ ബ്രൂട്ടലായി കൊന്നിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ അവിടെ കമാൻഡോ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ളതാണ്. കൊച്ചുകുട്ടികളടക്കം കൊന്നിട്ട് പോയിട്ടുള്ള ആളുകളുണ്ടായിരുന്നു അവിടെ, പണ്ഡിറ്റുകളെ. അവർ വീടും സ്ഥലമെല്ലാം വിട്ടിട്ട് ഓടിപ്പോയി അവിടെ നിന്ന്.
ഇത് കാണുന്ന സമയത്ത് ഒരു കമാൻഡോ എന്നുള്ള രീതിയിൽ അപ്പുറത്ത് ആരാണെന്നുള്ളത് പോലും ചിന്തിക്കാതെ ഒരു കുട്ടിയാണ് പിടഞ്ഞ് മരിച്ചിരിക്കുന്നത്, തല വെട്ടിക്കളഞ്ഞിരിക്കുന്നു. ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മളും മനുഷ്യന്മാരിലൊരു വികാരം ഉണ്ടായിരിക്കുന്നത്. കയ്യിൽ തോക്കുണ്ട്, അപ്പുറത്ത് മുന്നിൽ കാണുന്നവൻ്റെ കയ്യിൽ തോക്കുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവനെ പിടിച്ച് സറണ്ടർ ചെയ്യാനൊന്നും പറയില്ല, നമ്മൾ വെടിവെച്ച് കൊന്നിരിക്കും. ബിക്കോസ് നമ്മുടെ കൺമുന്നിലിട്ടിട്ടാണ് ഇങ്ങനെ സംഭവം ചെയ്തിട്ട് അവൻ ഓടിപ്പോകുന്നത്. അപ്പം ഇദ്ദേഹം എന്ത് പറഞ്ഞു എന്നുള്ളതൊന്നും എനിക്കറിയില്ല, ഏത് സിറ്റുവേഷനിലാണെന്നുള്ളത്. പക്ഷേ എന്ത് തന്നെയാലും ശരി, യു കനോട്ട് ബി സോ ബ്രൂട്ടൽ ഓൺ ഹ്യൂമൻ ബീയിങ്സ്. അനിമൽസിനെ പോലും അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഒരു പട്ടിയെ പോലും റോട്ടിൽ വിട്ടിട്ട് പോകുന്ന ഓണറിനെ കാണുന്ന സമയത്ത് എനിക്ക് ആ ഓണറിനെ തല്ലിക്കൊല്ലാൻ തോന്നും. കാരണം അത്രയും കാലം അവനെ സ്നേഹിച്ച് നടന്നിരുന്ന ആ പട്ടീനെ കാറിൽ കൊണ്ടുവന്ന വഴിയിലങ്ങ് വിട്ടിട്ട് അങ്ങ് പോവാണ്. സോ ഫസ്റ്റ് ബി ഹ്യൂമൻ ബീയിങ്. ബാക്കി വികാരങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഞങ്ങൾ പട്ടാളക്കാരാണ്, ഞങ്ങൾക്കും പല വികാരങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഞങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ബ്രൂട്ടാലിറ്റീസിനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും ഇവിടെ ഒന്നും ഇരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ബ്രൂട്ടാലിറ്റീസ് നമ്മൾ കണ്ടിട്ടും പിന്നെയും വിൽ ഹോൾഡ് ദ ഗൺ, വി വിൽ നോട്ട് ലെറ്റ് ടൂസ്. അത് നമ്മുടെ ട്രെയിനിങ് ആണ്. ഒന്നും ഇല്ലാത്തവർ ഇങ്ങനെയൊക്കെ ചെയ്യും. അതെല്ലാം പനിഷ്മെൻ്റ് അല്ലേ അദ്ദേഹം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് പിന്നെ വേറെ ഉത്തരവൊന്നും ഇല്ല. അതാരാണെങ്കിൽ ശരി, ഐ വിൽ നോട്ട് അക്സെപ്റ്റ് ഇറ്റ്. ഇനി കേരളം പോകുന്നത് ഭയങ്കര വലിയൊരു രീതിയിൽ നമുക്ക് ഓരോ ദിവസം സാറിപ്പോൾ പറഞ്ഞ പോലെ ഓരോ ദിവസം ന്യൂസ് കാണുമ്പോഴും നാളെ എന്താ സംഭവിക്കുക, ഇങ്ങനെയൊക്കെ നമ്മുടെ കേരളം ഇത്രയും ഇങ്ങനെ ആയോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. സാറിന് എന്താ പറയാനുള്ളത്? ഞാനതിന് പറയാനുള്ളത്, ഇവിടെ ശക്തമായിട്ടുള്ളൊരു ഭരണകൂടം, മുഖം നോക്കാതെ പാർട്ടി നോക്കാതെ ന്യായം നടപ്പാക്കാൻ പറ്റുന്ന ഒരു ഭരണകൂടം വന്നാലാണ് ഈ കേരളം നേരെയുള്ളൂ. അത് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആയാലും ശരി, കോൺഗ്രസ് ആണ്. കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ ചെയ്യുന്നത്, ഞാൻ പലയിടത്തും ഞാൻ പറഞ്ഞത്, പലപ്പോഴും യോഗി ആദിത്യനാഥിൻ്റെ പോലീസ് ഈ ഡ്രഗ് ഡീലേഴ്സിൻ്റെ അടുത്ത് ഡീൽ ചെയ്യുന്ന വീഡിയോ വരുമ്പോൾ ഞാൻ ഇവിടുത്തെ ചില ഓഫീസേഴ്സിനും അതിലൊക്കെ അയച്ചു കൊടുക്കും. ഭരിക്കുന്നവർക്ക് ഇതുപോലെ ആക്കിക്കൂടെ, 2 ആഴ്ച 3 ആഴ്ച ഈ പോലീസിന് ഫുൾ പവറും കൊടുക്കൂ. ഇല്ല, അതിലാദ്യം ചോദിക്കും 20 കിലോ കഞ്ചാവ് കൊണ്ടുവന്നതിൻ്റെ പാർട്ടി ഏതാണെന്ന് ചോദിക്കുന്നുള്ളതാണ്. അവിടെയാണ് ഇവിടെ ലോ ആൻഡ് ഓർഡർ ഡൗൺ ആയി പോകുന്നത്. നീ കുറ്റം ചെയ്താൽ, നിൻ്റെ കയ്യിൽ ഡ്രഗ് ഉണ്ടെങ്കിൽ, എന്താണ് ദുബായിൽ ഡ്രഗിന് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവന് ജാമ്യം കിട്ടണമെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ടല്ലേ നമ്മൾ കേസ് പോലും എടുക്കുള്ളൂ. എന്തുകൊണ്ട് അതുപോലെ നീതി ഇവിടെ കൊണ്ടുവരുന്നില്ല? നമ്മുടെ കുട്ടികൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. യു ആർ നോട്ട് ബോതേർഡ്. കാരണം എൻ്റെ കുട്ടികൾക്ക് പ്രൊട്ടക്ഷൻ പോലീസും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് യാതൊന്നും പറ്റില്ല. അതാണ് മാറേണ്ടത്. ഇവിടെ ഒരു ഭരണാധികാരി വന്ന് ആ ശക്തമായിട്ടുള്ള ഓർഡേഴ്സ് പാസ് ചെയ്യാനുള്ള ചങ്കൂറ്റമുള്ള, എൻ്റെ 10 വോട്ട് പോയ പോട്ടെ എന്ന് പറയുന്ന ഭരണാധികാരി വന്നാൽ ആ 5 വർഷം അയാൾ ഭരിക്കുന്നത് കേരളം ഓർക്കും, ഇങ്ങനൊരു ഭരണാധികാരി ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആർക്കും താല്പര്യമില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് ഇത് കാണുന്ന ഓരോ പ്രേക്ഷകരോടും പറയണം, നമ്മുടെ കുട്ടികളെ നമ്മൾ സംരക്ഷിക്കണം. കാരണം നിങ്ങളിപ്പോൾ എല്ലാം പോലീസിൻ്റെ തലക്കിട്ട് കഴിഞ്ഞാൽ അവരെ കൊണ്ട് നോക്കാൻ പറ്റില്ല. എന്നും വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന കുട്ടി തിരിച്ചു വരുന്നവരേക്ക് ഒരു കണ്ണുണ്ടാവുന്നത് നല്ലതാണ്, എസ്പെഷ്യലി വളർന്നു വരുന്ന കുട്ടികളെ. ഇന്ന് ഈ കാപാലികന്മാർക്ക് പ്രായം ഒരു പ്രശ്നമേ അല്ല. അതുകൊണ്ട് കുട്ടികളെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് അവർ സ്വന്തം കാലിൽ നിൽക്കുന്നവരേക്ക് അവരുടെ കൂടെ ഒരു കണ്ണുമായിട്ട് നടന്നാൽ യവന്മാരിൽ നിന്നെല്ലാം മാറാം. അത് ഞാൻ സമൂഹത്തിലുള്ള, ഈവൻ അന്ന് ഞാൻ ഒരു ഓട്ടോ സ്റ്റാൻഡിൽ പോയി ഞാൻ പറഞ്ഞു, മക്കളെ നിങ്ങൾക്കും കൂടെ റെസ്പോൺസിബിലിറ്റി. നിങ്ങളിവിടെ ഈ റോട്ടിലുണ്ട്, സ്കൂളിൻ്റെ മുന്നിലാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും പല സാധനങ്ങളും ഞങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. സോ ബി എ പാർട്ട് ഓഫ് ദ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഓഫ് ദിസ് കൺട്രി. അവരും ദേ ഷുഡ് ഫീൽ പ്രൗഡ് ദാറ്റ് യെസ് ഐ ആം ഓൾസോ എ പാർട്ട് ഓഫ് ദിസ് പ്രൊട്ടക്ഷൻ. അങ്ങനെ നമ്മളൊരു ഗ്രൂപ്പ് സമൂഹത്തിനെ വളർത്തിയെടുക്കണം. അപ്പോൾ എല്ലാവരും ചേർന്ന് നിന്നാൽ നമ്മുടെ സമൂഹത്തിനെ നമുക്ക് കൊണ്ടുവരാം. വെറും ഗവൺമെൻറ്റിൻ്റെ തലയ്ക്ക് മാത്രം റെസ്പോൺസിബിലിറ്റി ഇടല്ലേ, അവർക്ക് വേറെ ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ലെറ്റ്സ് ഓൾ ഗെറ്റ് ടുഗദർ ടു ബിൽഡ് എ സ്ട്രോങ് സൊസൈറ്റി. ഓക്കെ, ജയ് ഹിന്ദ്. താങ്ക് യു സാർ. അപ്പോൾ ഒത്തിരി കാര്യങ്ങളിൽ നമുക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വലിയൊരു കാര്യത്തെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചതിനും മനസ്സിലാക്കി കൊടുത്തതിനും സാറിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവച്ചതിനും ഒത്തിരി നന്ദി. താങ്ക് യു.